എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ ഇന്നലെ ഡിറൈവ് ചെയ്തു. നമ്മൾ ഡിറൈവ് ചെയ്ത് നിർത്തിയ ഇതാണ് പി ഈസ് ഈക്വൽ ടു സിഗ്മ ഡി എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ എൽ ഇ ബൈ കെ ദ ഹോൾ സ്ക്വയർ. സിഗ്മ ഡി എന്ന് പറയുന്നതിന് പകരം അവർ എഫ് ഡി എന്നും പറയാറുണ്ട്. സ്ട്രെസ്സാണ് ന്യൂമറേറ്ററിലെ സിഗ്മ അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്നത്. സോ നമ്മളിതെല്ലാം ഇന്നലെ ഡിറൈവ് ചെയ്തതാണ്. ഒന്നും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഇക്വേഷൻ എന്നിട്ടൊന്നേ ഉള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം, ദ ഫൈൻഡ് ദ യൂലേഴ്സ് ലോഡ് ഫോർ എ ഹോളോ സിലിണ്ടറിക്കൽ സ്റ്റീൽ കോളം ഓഫ് 40 mm external diameter and 3 mm thick. Take the length of the column as 2.5 meter and hinged at its both ends. Take E is equal to 200 GPa. Also determine the crippling load by Rankine's formula using constant FD stress ആണ് 330 MPa and alpha is equal to 1/7500. അപ്പം തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുക. ഫൈൻഡ് ദ യൂളേഴ്സ് ലോഡ് ഫോർ എ ഹോളോ സിലിണ്ടറിക്കൽ സ്റ്റീൽ കോളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂളേഴ്സ് ലോഡാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ലാസ്റ്റ് പഠിച്ചത് റാങ്കൈൻസ് ഫോർമുലയായിരുന്നു. അതിനു മുമ്പ് നമ്മൾ യൂളേഴ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. സോ യൂളേഴ്സ് ഇക്വേഷൻ നമ്മൾ 4 കണ്ടീഷൻസ് പറഞ്ഞിരുന്നു ഓരോ കേസസിലും. എന്തൊക്കെയായിരുന്നു 4 കണ്ടീഷൻസ്? ഫസ്റ്റ് വൺ, ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് പറഞ്ഞു. അടുത്ത ഒരു എൻഡ് ഹിഞ്ചും നെക്സ്റ്റ് എൻഡ് ഫിക്സ്ഡ്. തേർഡ് കണ്ടീഷൻ ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ്. ആൻഡ് ലാസ്റ്റ് കണ്ടീഷൻ വൺ എൻഡ് ഫിക്സ്ഡ് അതർ എൻഡ് ഫ്രീ. അപ്പോൾ ഈ കണ്ടീഷൻസ് ഏതാണെന്നുള്ളതിനനുസരിച്ച് എന്താണ് യൂളേഴ്സ് ഇക്വേഷൻ മാറും. അല്ലെങ്കിൽ യൂളേഴ്സ് ഇക്വേഷൻ്റെ അകത്ത് ഒരു ബേസിക് ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ എന്താണ് ഈക്വലൻ്റ് ലെങ്ത് എൽ ഇ, അതുപോലെ എന്നിൻ്റെ നമ്പർ മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഞാൻ ഓൾറെഡി ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലത്തിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ നോക്കുക. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2.5 മീറ്റർ കഴിഞ്ഞിട്ട് ഹിഞ്ച് അറ്റ് ബോത്ത് എൻഡ്സ്. അപ്പം 2 എൻഡും ഹിഞ്ച്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് വരുന്നത്. അന്നേരം എന്താണ് യൂളേഴ്സ് ഇക്വേഷൻ എന്നുള്ളത് എടുക്കണം. അതിൻ്റെ ഇക്വേഷൻസ് വെച്ചിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഫസ്റ്റ് എടുത്ത് എഴുതുക. തന്നിട്ടുള്ളത് ഡയമീറ്റർ എത്രയാണ്? ക്യാപിറ്റൽ ഡി 40 mm തന്നിട്ടുണ്ട്. ആൻഡ് 3 മീറ്റർ തിക്ക് ടി. അപ്പോൾ 3 മീറ്റർ അല്ല 3 മില്ലിമീറ്റർ 3 mm തന്നിട്ടുണ്ട്. അതുപോലെ ഡയമീറ്റർ, ഇന്നർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഔട്ടർ ഡയമീറ്ററിൽ നിന്നും എന്താണ് നമുക്ക് ടോട്ടൽ കുറയ്ക്കണം. ഇപ്പോൾ ഇതല്ലേ നമ്മുടെ ഔട്ടർ ഡയമീറ്റർ, ഇതാണ് ഇന്നർ ഡയമീറ്റർ, ഇതാണ്. അപ്പോൾ 3 മീറ്റർ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എന്താണ് 3 മീറ്ററാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും 3 ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇന്നർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം. സോ ടോട്ടൽ ഔട്ടർ ഡയമീറ്ററിൽ നിന്നും 2 വട്ടം 3 കുറയ്ക്കണം. d - 2 × 3. സോ 40 - 2 × 3 ആൻസർ 34 ആയിരിക്കും ഇന്നർ ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ ലെങ്ത് ഓഫ് കോളം തന്നിട്ടുണ്ട്. എത്രയാണ്? 2.5 × 10⁻³ mm കിട്ടി. സോ ഈ അതേപോലെ തന്നിട്ടുള്ള കാര്യങ്ങൾ സ്ട്രെസ്സൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി 3000 MPa അതിനെ കൺവേർട്ട് ചെയ്തു 330 Nm² ആക്കി. സോ നമുക്ക് ഫസ്റ്റ് വൺ റാങ്കൈൻസ് കോൺസ്റ്റൻ്റ് ആണ് എടുക്കുന്നത്. റാങ്കൈൻസ് കോൺസ്റ്റൻറ്റ് നമ്മൾ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് റാങ്കൈൻസ് ഇക്വേഷൻ്റെ അകത്തെ? സിഗ്മ ഡി എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ എൽ ഇ ബൈ കെ ദ ഹോൾ സ്ക്വയർ. അതിൻ്റെ അകത്തെ റാങ്ക് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത് എന്താണ്? ആൽഫ ഈസ് ഈക്വൽ ടു 1/7500 എന്ന് തന്നിട്ടുണ്ട്. സോ അതും കൂടി എടുത്തെഴുതി. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എടുക്കുക. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഫോർ എ ഹോളോ സെക്ഷൻ അല്ലേ? ഒരു ഹോളോ ട്യൂബിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ്. π/64 ഔട്ടർ ഡയമീറ്റർ റേസ് ടു 4 മൈനസ് ഇന്നർ ഡയമീറ്റർ റേസ് ടു 4. ദാറ്റ് ഈസ് ഈക്വൽ ടു π/64. ഔട്ടർ ഡയമീറ്റർ 40 mm, ഇന്നർ ഡയമീറ്റർ 34 mm. സോ 40⁻⁴ മൈനസ് 34⁻⁴ ഇൻറ്റു π/64. ആൻസർ 60066.5 mm⁴ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ കണ്ടീഷൻ നോക്കുക. നമ്മുടെ കണ്ടീഷൻ എന്താണ്? നമുക്ക് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ബോത്ത് ഹിഞ്ച്ഡ് അറ്റ് ബോത്ത് എൻഡ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷനാണ് 2 എൻഡും ഹിഞ്ച്ഡ് അറ്റ് ബോത്ത് എൻഡ്സ്. സോ നമ്മളിങ്ങനൊരു കാര്യം ഇതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സോ 2 എൻഡും ഹിഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കണ്ടീഷൻ ബോത്ത് എൻഡ് ഹിഞ്ച്ഡ്. സോ അവിടെ ഈക്വലൻറ്റ് ലെങ്ത് എൽ ഇ ഈസ് ഈക്വൽ ടു എൽ ആയിരിക്കും. ഓക്കെ, സോ എൽ ഇ ഈസ് ഈക്വൽ ടു എൽ ആണെന്ന് അവരിവിടെ എഴുതിയിട്ടുണ്ട്. ദെർഫോർ എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ കോളം എൽ ഇ ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ള ലെങ്ത് തന്നെ ആയിരിക്കും.
സോ തന്നിട്ടുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ 2500 mm. സോ യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഇക്വേഷൻ എഴുതുക. എന്താണ്? പൈ സ്ക്വയർ ഇ ഐ ഡിവൈഡഡ് ബൈ എൽ ഇ സ്ക്വയർ എന്നാണ്. സോ പൈ സ്ക്വയർ ഇ ഐ ഡിവൈഡഡ് ബൈ എൽ ഇയും എല്ലും സെയിം ആയതുകൊണ്ട് എൽ സ്ക്വയർ എന്ന് എഴുതി. സോ അതിൻ്റെ അകത്തെ ഓരോ ടൈമിന് പകരം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പൈ സ്ക്വയർ ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 × 10⁻3. സോ 200 × 10⁻3. ഐ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിച്ചു, 60066.5 എന്ന് പറഞ്ഞിട്ട്. എൽ ഈസിക്വൽ എൽ തന്നെയാണ്. ആ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 80.971 kN എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? റാങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കാൻ. നമ്മൾ ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കുക. ബി പാർട്ട് റാങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കുക. റാങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ 1 + ആൽഫ ഇൻറ്റു അല്ലേ 1 + ആൽഫ ഇൻറ്റു 1 + ആൽഫ ഇൻറ്റു എൽ ഇ ബൈ കെ ദ ഹോൾ സ്ക്വയർ. സോ നമുക്ക് അതിൻ്റെ അകത്തെ ഓരോ വാല്യൂസും നമുക്ക് കണ്ടുപിടിക്കണം. എന്താണ്? അപ്പോൾ ഫസ്റ്റ് വൺ അതിൻ്റെ അകത്തെ ന്യൂമറേറ്ററിൻ്റെ കിടക്കുന്നത് സിഗ്മ സ്ട്രെസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എ കണ്ടുപിടിക്കണം. എ എന്ന് പറഞ്ഞാൽ സെക്ഷനാണ്. 5d²/4 ആണ്. ഹോളോ സെക്ഷൻ ആയതുകൊണ്ട് π/4 d² - d² ഇടണം. ഓക്കെ, d² - d² ഇൻറ്റു π/4. സോ ഏരിയ വാല്യൂസ് എല്ലാം നമുക്കറിയാം. 1434 ആണ് ഡിയും സ്മോൾ ഡി എന്നും എന്നുള്ളത് നമുക്കറിയാം. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം 348.72 mm² എന്ന് ഏരിയ കിട്ടി. അടുത്ത് നമുക്ക് വേണ്ട എന്താണ്? അപ്പോൾ ഇത് കിട്ടി. എഫ് എന്ന് പറയുന്നത് ഡൗട്ട് തോന്നരുത്. എഫ് എന്ന് പറയുന്നതും ചില ടെക്സ്റ്റിൽ ഇങ്ങനെ ഇടുന്നതേ ഉള്ളൂ. സിഗ്മ ഡി എന്ന് പറയുന്നതും സെയിം ആണ്. രണ്ടും എന്താണ്? സ്ട്രെസ്സാണ്. സോ അതിൽ ഡൗട്ട് തോന്നരുത്. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. സോ സ്ട്രെസ്സിനാണ് അവർ എഫ് എന്നും സിഗ്മ എന്നും ഡിനോട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ന്യൂമറേറ്ററിലെ രണ്ട് ടേംസും കിട്ടി. 1 + ആൽഫ നമുക്കറിയാം, എൽ അത് നമുക്കറിയാം, കെ നമുക്കറിയത്തില്ല. കെ എന്താണ്? റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിവൈഡഡ് ബൈ ഏരിയ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഏരിയയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അതിനെ രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ റൂട്ട് എടുക്കുക. റൂട്ട് ഓഫ് I/A എടുക്കുമ്പോൾ ആൻസർ 13.124 എന്ന് കിട്ടും. സോ കെയുടെ വാല്യൂ നമുക്ക് കിട്ടി 13.124 mm. അതാണ് കെയുടെ വാല്യൂ. സോ റാങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഇക്വേഷൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുക. സ്ട്രെസ്സിൻ്റെ വാല്യൂ എത്രയാണ്? 330. ഏരിയയുടെ വാല്യൂ 348.72. 1 + ആൽഫയുടെ വാല്യൂ 1/7500. എല്ലിൻ്റെ വാല്യൂ 2500. കെയുടെ വാല്യൂ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 13.124 ദ ഹോൾ സ്ക്വയർ. സോ എന്ത് ചെയ്യുക? ഇത്രയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ ആൻസർ 19.705 kN എന്ന് കിട്ടും. സോ ഇതാണ് റാങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ അകത്ത് അവർ ചോദിച്ച രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. സോ നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ ക്രിപ്ലിംഗ് ലോഡ് ഫോർ എ ഹോളോ സ്റ്റീൽ കോളം 50 mm internal diameter, 5 mm thickness. The column is 5 meter long with one end fixed and other end hinged using Rankine's formula and Rankine's constant as 1/7500 and sigma c is equal to 335 Nm/mm². ഇവിടെ ചോദിച്ചിട്ടുള്ളത് ക്രിപ്ലിംഗ് ലോഡ് തന്നെ കണ്ടുപിടിക്കാനാണ്. കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു എൻഡ് ഫിക്സും നെക്സ്റ്റ് എൻഡ് ഹിഞ്ച്ഡും ആയിട്ടുള്ള കണ്ടീഷനാണ്. ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഹിഞ്ച്ഡ് ആണ്. യൂസിങ് റാങ്കൈൻസ് ഫോർമുല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ റാങ്കൈൻസിൻ്റെ മാത്രം വെച്ച് നമുക്ക് ചെയ്താൽ മതി. തന്നിട്ടുള്ള കണ്ടീഷൻസ്, തന്നിട്ടുള്ള കാര്യങ്ങൾ ഓരോന്ന് എടുത്തെഴുതുക. ഫസ്റ്റ് വൺ, ഡയമീറ്റർ. ദ ഹോളോ സ്റ്റീൽ കോളം 50 mm ഇൻറ്റേർണൽ ഡയമീറ്റർ തന്നിരിക്കുന്നത്. സോ 50 = ഇൻറ്റേർണൽ ഡയമീറ്റർ. 50 ഇൻറ്റേർണൽ ഡയമീറ്റർ വരുമ്പം അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇത് 50 ആണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലോട്ടും തിക്നെസ്സും കൂടെ വരുന്നുണ്ട്. അതെത്രയാണ്? തിക്നെസ് എന്ന് പറയുന്നത് 5 ആണ്. സോ 50 + 5 + 5 ആൻസർ 60 ആയിരിക്കും ഔട്ടർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 മീറ്ററിലാണ്. സോ 5000 mm ആയിരിക്കും ലെങ്ത്. ആൽഫ തന്നിട്ടുണ്ട് 1/7500. FD അല്ലെങ്കിൽ സിഗ്മ സി തന്നിട്ടുണ്ട് 335 Nm/mm². അപ്പോൾ നമുക്ക് ഒന്നാമത് റാങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കാനുള്ള റാങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഇക്വേഷൻ എഴുതുക. റാങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡ് P = സിഗ്മ സി ഇൻറ്റു എ അല്ലെങ്കിൽ FD ഇൻറ്റു എ ഡിവൈഡഡ് ബൈ 1 + ആൽഫ ഇൻറ്റു LE/K ദ ഹോൾ സ്ക്വയർ. സോ നമുക്കപ്പോൾ ന്യൂമറേറ്ററിൽ നോക്കുമ്പോൾ എന്താണ് ഇല്ലാത്തത്? ഏരിയ അവിടെ ഇല്ല. സോ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? A =
π/4 ഇൻറ്റു ഡി സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ക്യാപിറ്റൽ ഡി നമുക്കറിയാം എത്രയാണ് 60 ആണ്, സ്മോൾ ഡി നമുക്കറിയാം 50 ആണ്. π/4 ഇൻറ്റു 60 സ്ക്വയർ മൈനസ് 50 സ്ക്വയർ ചെയ്യുമ്പോൾ ആൻസർ 863.94 mm² എന്ന് കിട്ടും. ഓക്കെ, ഇനി ന്യൂമറേറ്ററിലേക്ക് വന്നാൽ 1 പ്ലസ് ആൽഫയുടെ വാല്യൂ അറിയാം, LE അതേപോലെ K, ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. നമുക്കെന്താ അറിയാം, കണ്ടീഷൻ നമുക്കറിയാം എന്താണ് ഈ ഒരു നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഏതാണ്, 1 എൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഹിഞ്ച്ഡ്. അപ്പോൾ ഒരു എൻഡ് ഫിക്സും മറ്റേ എൻഡ് ഹിഞ്ച്ഡ് ആയിട്ട് വരുന്ന കണ്ടീഷൻ, 1 എൻഡ് ഫിക്സ്ഡും അതർ എൻഡ് ഹിഞ്ച്ഡ് ആയിട്ട് വരുന്ന കണ്ടീഷൻ്റെ അകത്ത് എന്തായിരിക്കും നമ്മൾ നോക്കിയാൽ മതി, 1 എൻഡ് ഫിക്സ്ഡ് അതർ എൻഡ് ഹിഞ്ച്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ എന്തായിരിക്കും, LE = 0.707 L എന്ന് കിട്ടും. ഓക്കെ, ഈക്വലൻ്റ് ലെങ്ത് എന്ന് പറയുന്നത് 0.707 L ആണ്. അപ്പോൾ നമുക്ക് ഈക്വലൻ്റ് ലെങ്ത് കണ്ടുപിടിക്കണം, അതേപോലെ K കണ്ടുപിടിക്കണം. റേഡിയസ് ഓഫ് ഗൈറേഷൻ K = √I/A എന്ന് പറയുന്നതാണ്. സോ അപ്പോൾ നമുക്ക് A അറിയാം, I കൂടെ കണ്ടുപിടിക്കണം. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I = 5/64 d⁻⁴ മൈനസ് d⁻⁴. ക്യാപിറ്റൽ D എത്രയാണ്, 60 ആണ്, സ്മോൾ d 50 ആണ്. 5/64 ഇൻറ്റു 60⁻⁴ മൈനസ് 60⁻⁴ ചെയ്യുമ്പോൾ ആൻസർ 329376.35 mm⁴ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ I കിട്ടിക്കഴിഞ്ഞാൽ I/A ചെയ്യുക, അതിനെ റൂട്ട് എടുക്കുക, √I/A ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 19.52 എന്ന് കിട്ടും. ഓക്കെ, ഈ വാല്യൂസ് എല്ലാം നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. √I/A ചെയ്യുമ്പോൾ ആൻസർ 19.52 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ കണ്ടീഷൻ. എന്താണ്, LE = 0.7 L. ഇതാണ് നമ്മുടെ കണ്ടീഷൻ, LE = 0.7 L കിട്ടും. നമ്മുടെ കണ്ടീഷൻ എന്താണ്, ഒരു എൻഡ് ഫിക്സ്ഡും അതർ എൻഡ് ഹിഞ്ച്ഡും ആയിട്ടുള്ള കണ്ടീഷനാണ്. അതുകൊണ്ട് എഫക്റ്റീവ് ലെങ്ത് = 0.7 L എന്ന് കിട്ടും. L 5000 ആണ്, 0.7 × 5000 ആൻസർ 3500 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് റാങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഇക്വേഷൻ നമുക്ക് എടുക്കുക. എന്താണ് റാങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡ് ഇക്വേഷൻ = സിഗ്മ ഇൻറ്റു A. ഇത് പ്ലസ് അല്ല കേട്ടോ, ഇത് ഇൻറ്റു ആണ്. സിഗ്മ ഇൻറ്റു A ചെയ്യുക, 335. സിഗ്മയുടെ വാല്യൂ 335, എയുടെ വാല്യൂ 863.94 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ 1/7000 ആൽഫ ഇൻറ്റു LE. ഇവിടെ കിട്ടി എത്ര, 3500. നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട് LE, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. LE ഡിവൈഡഡ് ബൈ Kയുടെ വാല്യൂ അറിയാം എത്ര, 19.62. Kയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഹോൾ സ്ക്വയർ കൊടുക്കുക. അപ്പോൾ വാല്യൂസ് ഓരോന്നും നമുക്കറിയാവുന്ന വാല്യൂസ് എന്ത് ചെയ്യുക, നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 54814.375 ന്യൂട്ടൺ അല്ലെങ്കിൽ 54.814 കിലോ ന്യൂട്ടൺ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, റാങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അത്തരത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ഇക്വേഷൻ പഠിക്കുക, ആ കണ്ടീഷൻ അനുസരിച്ച് എഫക്റ്റീവ് ലെങ്തിൻ്റെ മാറ്റം എന്താണെന്നുള്ളത് പഠിക്കുക. അത് ഡയറക്റ്റ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക, റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ പ്രോബ്ലംസ് ആണ്. സോ നിങ്ങളത് നന്നായിട്ട് പഠിക്കണം. നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എ സർക്കുലർ കോളം ഹാസ് എ ലെങ്ത് 2 മീറ്റർ, L തന്നിട്ടുണ്ട്, ആൻഡ് ഡയമീറ്റർ 70 mm. The column is fixed in direction and position at one end and to free at the other end. അപ്പോൾ ഒരു എൻഡ് ഫിക്സും മറ്റേ എൻഡ് ഫ്രീയും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടീഷൻ. ഒരു എൻഡ് ഫിക്സ്, അതർ എൻഡ് ഫ്രീ. കാൽക്കുലേറ്റ് ദ സേഫ് ലോഡ് യൂസിങ് റാങ്കൈൻസ് ഫോർമുല, ദ യൂളേഴ്സ് ഫോർമുല. രണ്ട് രീതിയും കണ്ടുപിടിക്കണം, റാങ്കൈൻസ് ഫോർമുലയും യൂളേഴ്സ് ഫോർമുലയും യൂസ് ചെയ്തിട്ട് സേഫ് ലോഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞ്. ടേക്കിംഗ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് 4. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന യൂളേഴ്സ് ഫോർമുല, റാങ്കൈൻസ് ഫോർമുല ഒക്കെ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്, ലോഡാണ്. റാങ്കൈൻസ് ലോഡും യൂളേഴ്സിൻ്റെയൊക്കെ ലോഡാണ്, P ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സേഫ് ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ലോഡ് ഡിവൈഡഡ് ബൈ നമുക്ക് തന്നിട്ടുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സേഫ് ലോഡായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ആ പ്രോബ്ലത്തിൻ്റെ അകത്ത് തന്നിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ നോക്കാം. സിമ്പിൾ, നമ്മൾ മുമ്പേ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്യുക. കിട്ടുന്ന ആൻസറിനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ലാസ്റ്റ് ഒന്നും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ കിട്ടും. സോ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതുക. ഫോർ റാങ്കൈൻസ് ഫോർമുല ടേക്ക്, നമുക്കിവിടെ സ്ട്രെസ് അസ്യൂം ചെയ്തെടുത്ത വാല്യൂ ആണ് 560 Nm/mm² എന്ന് പറയുന്നത്.
സോ ആൽഫ നമുക്ക് തന്നിട്ടില്ല 1/600 ഫോർ പിൻഡ് എൻസ്. അത് നമുക്ക് എടുക്കുന്ന ഒരു മെത്തേഡ് നമ്മുടെ ടെക്സ്റ്റ് ഒരു ടേബിളുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് പറഞ്ഞിട്ടായിരുന്നു ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. FD = 560, ആൽഫ 1/1600 നമ്മളിപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത് എടുക്കുന്ന രീതി വേറെ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. കാരണം ഒരു ടേബിൾ വേണം. ആ ടേബിൾ ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിപ്പോൾ പറയാത്തത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ആ മെത്തേഡ് പഠിക്കുക. ഫോർ യൂലേഴ്സ് ഫോർമുല എന്താണ്? E = 1.2 × 10⁵ Nm². സോ ഡയമീറ്റർ D എന്ന് പറയുന്നത് 70 mm തന്നിട്ടുണ്ട്, ലെങ്ത് 2 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് എന്തായിരിക്കും? എഫക്റ്റീവ് ലെങ്ത് L = 2L ആയിരിക്കും. ഓക്കെ, എഫക്റ്റീവ് ലെങ്ത് L = 2 ലെങ്ത്. കാരണം നമ്മുടെ ഇവിടെ നോക്കിയാൽ മതി, കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതാണ് നമ്മുടെ കണ്ടീഷൻ. വൺ എൻഡ് ഫിക്സ്ഡ്, അതർ എൻഡ് ഫ്രീ. ദാറ്റ് മീൻസ് L = 2L. L = 2L. അതുകൊണ്ട് എഫക്റ്റീവ് ലെങ്ത് L = 2L. 2 × 2 ടോട്ടൽ 4000 mm എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എഫ് തന്നിട്ടുണ്ട് 560 ആണെന്നറിയാം. എ നമുക്ക് കണ്ടുപിടിക്കണം ന്യൂമറേറ്ററിലുള്ള. സോ A = ഒരു സോളിഡ് ആയിട്ടുള്ള ഷാഫ്റ്റ് ആൻഡ് πd²/4 ചെയ്താൽ മതി. π/4 × D എന്ന് പറഞ്ഞാൽ 70² ആൻസർ 3848.45 എന്ന് കിട്ടും. 3848.45 mm² കിട്ടി. അപ്പോൾ ന്യൂമറേറ്ററിലെ രണ്ട് വാല്യൂസും കിട്ടി. ന്യൂമറേറ്ററിൽ കിടക്കുന്ന എഫും ഡിയും FD അല്ലെങ്കിൽ സിഗ്മ × A എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഇനി ഡിനോമിനേറ്ററിലേക്ക് വന്ന ആൽഫ തന്നിട്ടുണ്ട് 1/1600 എന്നറിയാം. LE നമുക്കറിയാം, K അറിയത്തില്ല. K കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? K = √1/A എന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പം K = √1/A അല്ലെങ്കിൽ K² √ അങ്ങ് മാറ്റിയാൽ മതി. 1/A അല്ല, I/A. സോ I എന്താണ്? πd²/64. πd²/64 ചെയ്തപ്പോൾ നമുക്ക് I കിട്ടി. അതേപോലെ ഏരിയയുടെ വാല്യൂ എത്രയാണ്? 3848.45 കിട്ടി. സോ അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 306.25 കിട്ടി. എന്തിൻ്റെ വാല്യൂ? K² വാല്യൂ. നമ്മൾ ഈ നേരത്തെയൊക്കെ K കണ്ടുപിടിക്കുമായിരുന്നു. K കണ്ടുപിടിച്ചിട്ട് ഡയറക്റ്റ് L/K² എന്ന് പറഞ്ഞ് അങ്ങ് എടുക്കുമായിരുന്നു. നമുക്കിവിടെ L-ൻ്റെ വാല്യൂ ഡയറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. K² വാല്യൂ കിട്ടി. L 4000 ആണെങ്കിൽ 4000² ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് ഈ കിട്ടിയ വാല്യൂ ഡയറക്റ്റ് അതേപോലെ അങ്ങ് എഴുതി. K² വാല്യൂ ആണ് L²/K² എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടി. L²/K². സോ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 560 F ഇട്ടു, 3848.45 ഇട്ടു, 1 + ആൽഫ 1/1600 ഇട്ടു. അപ്പോൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി? 64045.53 ന്യൂട്ടൺ നമുക്ക് ആൻസർ കിട്ടി. സോ ഇത് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ത്? സേഫ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ സേഫ് ലോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കിട്ടുന്ന ലോഡ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്താൽ മതി. അത് നമ്മൾ റാങ്കൈൻസ് ഫോർമുല വെച്ചിട്ടാണ് ചെയ്തത്. യൂലേഴ്സ് ഫോർമുല വെച്ചിട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് പറയുന്നത്. അപ്പം യൂലേഴ്സ് ഫോർമുലയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? π² EI/LE². അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മളിതെല്ലാം കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? π/64 D⁴ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I കണ്ടുപിടിച്ചു. സോ ആൻസർ 1.178 × 10⁶ എന്നറിയാം. π² E എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. സോ 1.2 × 10⁵. LE നമുക്കറിയാം 4000. സോ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. π² EI/LE² എല്ലാ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ വാല്യൂസ് ഓരോന്നായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. π² E എന്ന് പറയുന്നത് 1.2 × 10⁵. I എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കണ്ടുപിടിച്ച് 1.178 × 10⁶. L എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് LE എന്ന് പറയുന്നത് 4000 അതിൻ്റെ സ്ക്വയർ. സോ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ആൻസർ നമുക്ക് കിട്ടി എത്ര? 87197.95. അപ്പോൾ സേഫ് ലോഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്ന ലോഡ് 87197.95 ന്യൂട്ടൺ യൂളേഴ്സ് ക്രിട്ടിക്കൽ ലോഡ് കിട്ടി. ആ യൂളേഴ്സ് ഫോമിലേക്കകത്ത് ക്രിട്ടിക്കൽ ലോഡ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി 4 ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 21799.488 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ സേഫ് ലോഡ്. അപ്പം ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് പഠിച്ചോണം. ഫസ്റ്റ് വന്നത് റാങ്കൈൻസ് ഫോർമുല, നെക്സ്റ്റ് യൂളേഴ്സ് ഫോർമുല. ഇത് രണ്ടും വെച്ചിട്ടുള്ള പ്രോബ്ലംസ് പഠിക്കുക. സിമ്പിൾ പ്രോബ്ലംസ് ആണ്. കണ്ടീഷൻ ഏതാണെന്ന് നോക്കുക, അതിനനുസരിച്ച് എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എടുക്കുക. യൂളേഴ്സ് ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലും സർക്കുലർ സെക്ഷൻ്റെയാണ്. π/64 × D⁴ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ്. അത് ഹോളോ ആണെങ്കിൽ D⁴ - സ്മോൾ D⁴ എന്ന് വരും.
ഏരിയയ്ക്ക് അതുപോലെ തന്നെ ഡയമീറ്ററിൻ്റെ അനുസരിച്ച് മാറ്റമുള്ളതുകൊണ്ട് പൈ d²/4 അല്ലെങ്കിൽ π/4 ഇൻറ്റു d² - d² എന്ന് പറയുന്ന ഇക്വേഷനെ യൂസ് ചെയ്യാം. അതുപോലെ സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ. ഐയും എയും കണ്ടുപിടിക്കുക, കെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം.